സുഖല്ലേ? എനിക്കും അതേ കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇന്ന് പാലക്കാടിൻ്റെ പഴയ കാല ഒരു വിഭവമാണ് കൊത്തിപ്പരത്തി അല്ലെങ്കിൽ കൊത്തി നുറുക്കി. നല്ല പച്ചമുളകിട്ട വെള്ള ചട്നിയും ഒരു ഗ്ലാസ് നല്ല കാപ്പിയുടെ കൂടെ ഇതൊന്ന് കഴിച്ചു നോക്കൂ, എന്ത് ടേസ്റ്റാണെന്ന് ഇഷ്ടമാവും. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇല്ലാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് പുഴുങ്ങലരി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഉണക്കലരി, പിന്നെ അത് മാത്രം മതി സാധാരണ. പക്ഷെ ഞാൻ ഇതിലൊരു 3-4 സ്പൂൺ ചെറുപയർ പരിപ്പ് കൂടി ചേർത്തിട്ടാണ് കുതിരാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6-7 മണിക്കൂർ അത് കുതിരണം. പിന്നെ വേണ്ടത് കുറച്ച് നാളികേരക്കൊത്ത്, ഒരു 1/4 കപ്പ് നാളികേരക്കൊത്ത്, ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5-6 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം നമുക്ക് അരയ്ക്കാൻ വേണം. പിന്നെ വറുത്തിടാനാണ്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ദോശയാണോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട കേട്ടോ. ദോശയല്ല ഉണ്ടാക്കണത്. എന്തായാലും ഒന്ന് ഫുള്ളായിട്ട് കാണും കേട്ടോ വീഡിയോ. ഇപ്പം ഞാൻ ആ അരിയും പരിപ്പും കൂടി ഒന്ന് ചെറുതായി അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മളുടെ നാളികേരക്കൊത്തും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തി ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തി ഇത് തരിപിരാന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരയരുത്, ഉള്ളിയൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ അത് നന്നായിട്ട് അരയാണ്ട് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഇതുപോലെ തരിപിരാന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇനി ഇതിനെ നമുക്ക് നല്ലൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇപ്പോഴും കൂടെ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ ആഡംസ് ക്രിയേഷൻസ് എന്ന് പറയുന്ന ആ സബ്സ്ക്രൈബറും കൂടെ ഈ ഒരു വിഭവത്തിനെ പറ്റി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക് യു കേട്ടോ. ഇനി ചുവട് കട്ടിയുള്ളൊരു ചീഞ്ചട്ടിയിൽ ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ജീരകവും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. പൊട്ടിക്കണം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പോ കടലപ്പരിപ്പോ ഒക്കെ ചേർത്താം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. കടുകും ജീരകവും നമ്മുടെ കറിവേപ്പിലയും മാത്രമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ മാവ് മുഴുവൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നന്നായി മൊരിയണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസ് ചെറിയ തീയിലേക്ക് മാറ്റി ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു മണമാണ്. ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റുള്ള പഴയ കാല വിഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മുരിയട്ടെ. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് സിമ്മിലിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിനെന്താ കൊത്തിപ്പരത്തിന്ന് പേര് വന്നതെന്ന് അറിയണ്ടേ? നോക്കിയോളൂ കേട്ടോ. മുൻപിലേക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ട് അതിന് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന്. ഇപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് നമുക്ക് മറിച്ചിടാൻ പറ്റും. അപ്പോൾ ഇതിന്നിപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മളെടുത്ത വെളിച്ചെണ്ണ അത്രയും തന്നെ അടിയിൽ ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിനെ മറിച്ചിട്ടിട്ട് ഇതേപോലെ ആ സൈഡും കൂടെ ഒന്ന് നന്നായി മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ ഈ സൈഡും കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് നല്ല കട്ടിയുള്ളൊരു ചട്ടുകം കൊണ്ട് ഇതിനെ നന്നായിട്ട് കൊത്തി നുറുക്കണം ഇതിനെ. അതാണ് ഇതിൻ്റെ പേര് കൊത്തിപ്പരത്തിന്ന്. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ചെറുതായിട്ട് നന്നായിട്ട് മുറുക്കാം ഇതിനെ. ഇതിന് എന്ത് നല്ലൊരു മണമെന്ന് പറയുമ്പോൾ നല്ല രസമാണ്. നല്ലൊരു മണമാണ് ഇതിന്. പിന്നെ അകം സോഫ്റ്റും പുറം നല്ല മുരിഞ്ഞിട്ടുമല്ലേ ഇരിക്കണം. ഒരു നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മുടെ പണ്ട് സ്കൂളിലോ അങ്കണവാടിയിലൊക്കെ കിട്ടണ ഒരു നമ്മുടെ ഉപ്പുമാവില്ലേ, അതിൻ്റെയൊക്കെ പോലെയാണ് മണം വരുന്നത്. കറിവേപ്പിലടിയും കടുകിൻ്റെയൊക്കെ വെളിച്ചെണ്ണയിൽ നല്ല രസമാണ് കഴിക്കാൻ. എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെള്ള ചട്നിയാണ് കേട്ടോ. നമ്മുടെ വെള്ള തേങ്ങ ചട്നി. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂട്ടിയിട്ടോളൂ. നല്ല എരിവുള്ള ഇഞ്ചിയൊക്കെ ചേർത്ത നമ്മുടെ ചട്നിയാണ്. ഇതിൻ്റെ മസാല കോംബോ ആണ് ഇതിന്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കപ്പ് തേങ്ങ ചെരുവിയതും നാളികേരം ചെരുവിയതും ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ വറുത്തിട്ടോളൂ. അപ്പം നമ്മുടെ കൊത്തിപ്പരത്തിക്ക് ഇതാണ് കോമ്പിനേഷൻ കേട്ടോ. ഈ ചമ്മന്തിയാണ് ഈ ചട്നിയാണ് അതിന്. കട്ട ചട്നിയായിട്ടാണെങ്കിലും കഴിക്കാം, നിങ്ങൾക്ക് ഇത്തിരി വെള്ളം പോലെ ആക്കിയിട്ടാണെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ വെള്ള ചട്നിയാണ് നമ്മുടെ കൊത്തിപ്പരത്തിൻ്റെ ബെസ്റ്റ് കോംബോ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാനത് വറുത്തിട്ടിരിക്കുന്നത് കേട്ടോ. നല്ല മണമാണ്. അപ്പോൾ രണ്ടും കൂടി നല്ലൊരു കോംബോ ആണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കുക, നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേരെന്നൊക്കെ പറയണേ. ഞങ്ങളുടെ നാട്ടിൽ കൊത്തിപ്പരത്തി അല്ലെങ്കിൽ കൊത്തി നുറുക്കി, ഇതാണ് നമ്മുടെ അവിടുത്തെ പേര്.
ഇത് നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ചില സ്ഥലത്തൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്ന നല്ല മണമുള്ള ഉപ്പുമാവ് എന്ന് വേണമെങ്കിൽ പറയാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുത്തിപ്പരുത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കാറില്ല. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കാറ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക, എന്താ പേരെന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യില്ലേ? ഇപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുള്ള നമ്മുടെ കൊത്തിപ്പരുത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു കാപ്പിയും കൂടി കൂട്ടി ഇതൊന്ന് കഴിച്ചു നോക്കും. എന്നിട്ട് പറയൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന്. എന്തായാലും ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലുള്ള പഴയ കാല വിഭവങ്ങളൊക്കെ ഈ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ശരി കേട്ടോ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.